ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി പ്രതീക്ഷകളായി കണക്കാക്കപ്പെടുന്ന യുവതാരങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള പേരാണ് കൗമാര ബാറ്റിംഗ് സെൻസേഷനായി വൈഭവ് സൂര്യവംശിയുടേത്. വെറും 14 വയസ്സിൽ IPL പോലുള്ള ലോകോത്തര ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച വൈഭവിനെ കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇക്കാലത്തെ മികച്ച താരവും മുൻ രാജസ്ഥാൻ റോയൽസ് കോച്ചുമായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ വാക്കുകൾ ഈ യുവപ്രതിഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ്. ഒരു താരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവന്റെ വളർച്ചയ്ക്ക് എന്ത് പിന്തുണ നൽകണം എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പരിശീലന രീതികളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒന്നാണ്. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള വൈഭവിന്റെ പ്രകടനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. നായകനും സൂപ്പർ താരവുമായി സഞ്ജു സാംസൺ പരിക്ക് മൂലം വിട്ടുനിന്ന മത്സരങ്ങളിലാണ് രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരുന്ന ടീം മാനേജ്മെന്റ് വൈഭവിനെ ഓപ്പണിംഗിൽ പരീക്ഷിച്ചത്. വെറും 7 മത്സരങ്ങളിൽ നിന്ന് 206.56 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 252 റൺസാണ് അടിച്ചെടുത്തത്. അതിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ 35 പന്തിലെ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. വൈഭവിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ ദ്രാവിഡ് നടത്തിയ നിരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയം. IPL ആദ്യമായി നേരിട്ട ബോളിൽ തന്നെ അവൻ ഷർദുൽ ഠാക്കൂറിനെതിരെ സിക്സർ അടിച്ച താരമാണ്. ഷർദുൽ ഒരു അന്താരാഷ്ട്ര ബൗളറാണ്, ഗംഭീര ബൗളറുമാണ്. അത് വൈഭവിനുള്ള കഴിവല്ല, മറിച്ച് അവന്റെ മാനസിക അവസ്ഥയാണ്. ഈ പ്രസ്താവനയിലൂടെ ദ്രാവിഡ് അടിവരയിടുന്നത് വൈഭവിന്റെ അനുകരിക്കാനാവാത്ത ആക്രമണപരമായ മനോഭാവത്തെയാണ്.